ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ ഗോവൻ ട്രിപ്പിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. ആക്ച്വലി ഇത് ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പും കൂടിയാണ്. അമ്പലപ്പുഴയിൽ നിന്ന് നെടുമ്പാശ്ശേരി വരെ പോകാൻ ടാക്സിയിൽ 4000 രൂപ സാധാരണ വരിക. ഞങ്ങൾ ആ പൈസ ലാഭിക്കാനല്ല, പൈസ കുറച്ച് പിടിക്കാനും പിന്നെ ഒരു പുതിയൊരു യാത്ര എക്സ്പീരിയൻസ് കൈവരിക്കാനുമായിട്ട് ഞങ്ങളൊരു വ്യത്യസ്തമായ രീതിയിലാണ് എയർപോർട്ടിലോട്ട് പോയത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അമ്പലപ്പുഴയിൽ നിന്ന് ആലുവ വരെ ഞങ്ങൾ ട്രെയിൻ വന്നു. അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ആലുവ മെട്രോ സ്റ്റേഷൻ എത്തി. ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് നെടുമ്പാശ്ശേരിയിലോട്ട് ഡയറക്റ്റ് ബസ്സുണ്ട്. അതൊരു രാത്രി 12 മണി വരെ ബസ്സുണ്ട്. നമ്മൾ ആ ബസ് കയറി നേരെ നമ്മൾ നെടുമ്പാശ്ശേരി എത്തി. ഞങ്ങളുടെ ഫ്ലൈറ്റ് പിറ്റേ ദിവസം കാലത്തായതുകൊണ്ടും ആ സമയത്ത് ട്രെയിനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയതും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എറണാകുളത്ത് നെടുമ്പാശ്ശേരി തന്നെ ഒരു റൂം ബുക്ക് ചെയ്തിരുന്നു. അതിനും ചെറിയൊരു മണ്ടത്തരം പറ്റി. 1200 രൂപയ്ക്ക് AC റൂമാണെന്നൊക്കെ ബുക്ക് ചെയ്തത് സാധാ റൂമായിരുന്നു. പക്ഷേ അവരുടെ സർവീസ് ഒന്നും കുഴപ്പമില്ലായിരുന്നതും പിന്നെ അവർ നമ്മൾ പിക്കപ്പും ഡ്രോപ്പും ചെയ്തുകൊണ്ടും നമുക്കതിൽ വലിയ നഷ്ടമോ മറ്റു വിഷമോ ഉണ്ടായിട്ടില്ല. അങ്ങനെ പല മണ്ടത്തരങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെക്കിങ് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി. ചെക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിന് പോകുന്നതിനേക്കാൾ ചെക്കിങ് കൂടുതലാണ് ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന്. പിന്നെ വെട്ടം സിനിമയിലെ ദിലീപിൻ്റെ അവസ്ഥയാണ് എനിക്ക്. എൻ്റെ പാർട്ണറുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയായിരുന്നു. അതുകൊണ്ട് അതിലെ കുറേ ഡയലോഗ് പറയാൻ എനിക്ക് അവസരം കിട്ടി. അങ്ങനെ ഞങ്ങൾ പറന്ന് ഗോവയിലെത്തി. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഗോവയ്ക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ എല്ലാ എക്സൈറ്റ്മെൻറ്റുകളും ഞങ്ങൾക്കുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗോവയിൽ ഇറങ്ങിയാൽ പിന്നെ അവിടുത്തെ എൻട്രി മസ്റ്റാണല്ലോ. ഒരു എൻട്രി തന്നെ ആകാം. ഗോവ മാജിക്കൽ ഡേയ്സ് എന്ന് പറഞ്ഞ ടീം വഴിയാണ് ഞങ്ങൾ ആക്ച്വലി ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തും പോയതും. 14,000 രൂപയെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെയുള്ള പാക്കേജ്. 3 ദിവസത്തെ പാക്കേജ് ആയിരുന്നു. 2 നൈറ്റും 3 ഡേയുമാണ് ആക്ച്വലി പാക്കേജ്. പിന്നെ എയർപോർട്ടിൽ നിന്നുള്ള ടാക്സിക്ക് എക്സ്ട്രാ പൈസ ഒരു 1000 രൂപ. അത് അങ്ങോട്ടും കൊണ്ട് ഇങ്ങോട്ടുള്ള ചേർത്ത പൈസയാണ് മറ്റേ 1000 രൂപ. അത് ഈ പാക്കേജിനകത്ത് വരുന്നതല്ല. ടാക്സി കയറിയ ശേഷമുള്ള റീൽസ് എടുക്കാനുള്ള ഓരോ കോപ്രായങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ടാക്സിക്കാരെ ഇരുന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് പുള്ളിക്ക് ബായ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്ന കാര്യത്തിലൊന്നും പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. കാരണം പുള്ളി ഇതിപ്പോൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. ഞങ്ങളെ ഇറക്കി വിടാനും പറ്റത്തില്ല, കാരണം എന്താ കാശ് വാങ്ങിപ്പോയില്ലേ. അങ്ങനെ പുള്ളി സഹിച്ച് അവിടെ ഇരുന്നു. ഈ വ്ളോഗ് എങ്ങനെ അവതരണം ചെയ്യണമെന്നൊന്നും എനിക്ക് അത്ര വലിയ പിടിയൊന്നുമില്ല. പറ്റുന്ന പോലെയൊക്കെ അങ്ങ് ചെയ്യാണ്. ഉള്ള തെറ്റുകുട്ടികളൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയാം. അത് ഞാൻ നെക്സ്റ്റ് ടൈം തിരുത്താനായി ശ്രമിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ 1-2 ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എന്തൊക്കെ ചെയ്താലും നമുക്ക് ഉള്ളതല്ലേ വരുള്ളൂ. അതാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെ നമ്മളവിടെ എത്തിയ ശേഷം നമുക്കായിട്ടൊരു വണ്ടി അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഈ വണ്ടിയും ഇതിനകത്ത് ഇൻക്ലൂഡഡാണ്. ഫാസിനോ ഒരു റെഡ് കളറാണ് നമുക്ക് തന്നത്. വണ്ടിയുടെ കണ്ടീഷനൊക്കെ ഭയങ്കര മോശമാണെങ്കിലും അത്യാവശ്യം മൈലേജ് ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ വണ്ടിയുടെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്ത് നിന്നിട്ട് നമ്മൾ നേരെ റിസോർട്ടിട്ടാണ് പോയത്. ഈ കാണുന്നതാണ് റിസോർട്ടിൻ്റെ പരിസരം. ബാഗ ബീച്ചിന് തൊട്ടടുത്താണ് ഈ റിസോർട്ട് വരുന്നത്. ഫാത്തിമ ബീച്ച് റിസോർട്ട്. ഈ ഏരിയയാണ് ഇതിൻ്റെ റിസപ്ഷൻ ഏരിയ. ഇവിടെ അത്യാവശ്യം ആൾക്കാർക്ക് വന്നിരിക്കാൻ അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ സൈഡിലായിട്ടാണ്. ഇങ്ങനെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ സൈഡിൽ കുറേ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല ഗാർഡനിങ്ങൊക്കെ ആയതുകൊണ്ട് കയറുമ്പോൾ ചെല്ലുമ്പോൾ നല്ലൊരു ആംബിയൻസാണ്. പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ കളർ ഒരു വൈറ്റൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിലൊരു ക്ലാസ് ലുക്കുണ്ട്. പക്ഷേ നമുക്ക് ഫോട്ടോ അയച്ചു തന്നപ്പോൾ ഫോട്ടോയിലൊന്നും കൂടെ ക്ലാസ് ആയിരുന്നു. അത്ര ക്ലാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവരെ ഉദ്ദേശിച്ചൊരു ബഡ്ജറ്റിൽ വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ റൂമിലോട്ട് പോവാണ് ഗൈസ്. റൂം നമ്മൾ പ്രതീക്ഷിച്ച അത്ര സെറ്റപ്പൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ല. അവരുടെ ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു ലക്ഷറി ലുക്കൊക്കെ തോന്നുമല്ലോ. ഓട്ടോമാറ്റിക്കായി ഫോട്ടോ അങ്ങനത്തെ ആയിരിക്കുമല്ലോ അവർ അയച്ചു തരുന്നത്. അങ്ങനെ നമ്മൾ റൂമിനകത്തോട്ട് കയറുകയാണ് ഗൈസ്. ആക്ച്വലി ഈ വീഡിയോ ഞാൻ എടുത്തത് ഫസ്റ്റ് ഡേ അല്ല, സെക്കൻഡ് ഡേ ആണ്. അതുകൊണ്ട് റൂം കുറച്ച് അലമ്പും ഞങ്ങളുടെ ഡ്രസ്സ് അവിടെ ആയിട്ട് കിടപ്പുണ്ട്, അലക്കിയിട്ടതും. അതൊന്നും നിങ്ങളാരും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇതാണ് ആ റൂം. എൻ്റെ സോക്സല്ലേ ഇത്. ആദ്യം ഞങ്ങൾ പോയത് നേരെ ബാഗ ബീച്ചോട്ടാണ്. പോകുന്ന വഴിക്ക് 2 സൈഡിലും നിറച്ച് കടകളാണ്. കടകൾ മാത്രമല്ല, ബാറുകൾ, ബിവറേജുകൾ. എല്ലാ റെസ്റ്റോറൻറ്റിലും ആ ഒരു ബാർ സെറ്റപ്പാണ്. എല്ലായിടത്തും മദ്യം കിട്ടും. മദ്യം മാത്രമല്ല, വഴി നീളെ പെട്രോളും കിട്ടും. 50 രൂപ പെട്രോൾ 100 രൂപയ്ക്ക്, 100 രൂപ പെട്രോൾ 200 രൂപയ്ക്ക് കുപ്പിയിലാക്കിയിട്ട്.
അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. അവിടെ ഒരു സീറ്റ് പിടിച്ചു. ആ സീറ്റിനാണെങ്കിൽ പെർ ഹെഡ് 100 രൂപ വെച്ച്. അങ്ങനെ കുറച്ച് നേരം അവിടെ കയറിയ ശേഷം ഞങ്ങൾ കലങ്കുത്ത് ബീച്ചിലോട്ട് പോയി. ആ ബീച്ചിൽ ചെന്ന് പിന്നെ കുറച്ച് റീൽസിനുള്ള വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത്. ഈ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ഒരിക്കലും വിചാരിച്ചില്ല യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നും അതിനകത്ത് ഈ വീഡിയോയ്ക്ക് ഇടുമെന്നും നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമെന്നും.